ാനുള്ളതല്ലേ അയക്കുന്നത്. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അക്ഷര തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി വായിച്ചോളാം, അതൊന്നും വിഷയമില്ല. അപ്പോൾ സുനിത ഡബിൾ ടാപ്പ് ചെയ്തില്ല എന്ന് തോന്നുന്നു. ഡബിൾ ടാപ്പ് ചെയ്യാം. സുനിത നമ്മളോടൊപ്പം ചേർന്നിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടെയാണ്. എവിടെ പ്ലേസ് എന്ന് ചോദിക്കുന്നു. നമ്മുടെ പ്ലേസ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്. ഗുരുവായൂർ ചാവക്കാട് അടുത്തൊരു സ്ഥലമാണ്, ചെറിയൊരു പ്രദേശം, പാലുവായി എന്ന് പറയും. അവിടെയാണ്, ചാവക്കാട് അടുത്ത്. സുനിത എവിടെയാണ് നാട്? നാട്ടിലെ സിറ്റുവേഷൻ എന്താണ്? മഴയാണോ വെയിലാണോ? ഇപ്പോൾ അല്ല എന്നറിയാം, പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. മഴയായിരുന്നോ വെയിലായിരുന്നോ? ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് പറയൂ. കുട്ടനാടൻ പ്രദേശങ്ങളിൽ വെള്ളം കയറി എന്നൊക്കെ കേട്ടു ഞാൻ. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ആരെങ്കിലും അങ്ങനത്തെ വാർത്തകൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. ട്രിവാൻഡ്രമാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ സുനിത. മഴ ഇല്ല എന്ന് പറയുന്നു. അതെ, ഇന്നലൊക്കെ ആയിട്ട് മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഇന്നൊക്കെ അപാര ചൂടെന്ന് പറഞ്ഞാൽ അപാര ചൂട് തന്നെയായിരുന്നു. മഴ തോരുമ്പോഴേക്കും അത്രമാത്രം ചൂട് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാവില്ല. കാരണം ഇത്രയും ദിവസം മഴ പെയ്ത് ഭൂമി തണുക്കാൻ മാത്രമുള്ള വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടും ഒന്ന് നിന്നപ്പോൾ സർവീസ് റോഡുകളിലൂടെ പോയ വണ്ടി സർവീസ് ചെയ്യാം. അതെ 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 അതെ, സർവീസ് റോഡിൽ ചെറിയ റോഡുകളിലൊക്കെ പോകുന്നിടത്ത് വണ്ടി കംപ്ലീറ്റ് ക്ലീൻ ആയി. ഞാൻ ഇന്ന് വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടടാ. നമ്മൾ ഈ പറയുന്ന പോലെ ടൂ വീലർ ഓടിക്കുന്നവരോട് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയും. ഞാനും നിങ്ങളൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നവരാണ്. ഒരു സെക്കൻഡ് സമയം നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലൈഫിലെ വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറേ സമയങ്ങളെയാണ് നമ്മൾ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ആക്സിഡൻറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആകെ ഒരു സെക്കൻഡ് സമയമാണ് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു പയ്യൻ, അവൻ വളരെ ക്ലിയറാണ്, എങ്ങനെ തന്നെയാണെങ്കിലും നല്ല റോഡാണ്. ആ റോഡിൽ എങ്ങനെ പോയാലും ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ ഒരു ടൂ വീലർകാരൻ പോകും. റോഡ് ക്ലിയറാണ്, സേഫാണ്, ലോങ് വ്യൂ ഉണ്ട്, എല്ലാം ക്ലിയറാണ്. വേറൊരു സുഹൃത്ത് എന്ത് ചെയ്തു? ഈ വണ്ടിക്കാരൻ അവിടുന്ന് വരുന്നല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് അവനെത്തുന്നതിന് മുന്നേ അവൻ്റെ മുന്നിൽ ഇത്രയും സ്പീഡിൽ വരുന്ന ഒരു വണ്ടിയുടെ മുന്നിലൂടെ എങ്ങനെയാണ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ തിരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. അയാൾ പറഞ്ഞൊരു ന്യായമാണ്. അയാൾ അവിടുന്ന് വരുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കുമ്പോൾ അയാൾക്ക് ഇത്രയും സ്പീഡിൽ വരുന്ന ഒരു വണ്ടി ചവിട്ടി നിർത്തുന്നതാണോ സേഫ്? സ്ലോ ആയിട്ട് അയാൾ തിരിയാൻ വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട് ഈ സ്പീഡിൽ വരുന്ന വണ്ടിയുടെ മുന്നിലേക്ക് തിരിക്കുന്നതാണോ സേഫ്? അയാൾ അങ്ങ് പാസ് ചെയ്താൽ അല്ലെങ്കിൽ അയാളുടെ പിന്നിലൂടെ കയറി കഴിഞ്ഞാൽ അയാൾക്ക് കയറായിരുന്നു. പക്ഷേ ഇയാൾ ചിന്തിച്ചത് അയാൾ എത്തുന്നതിന് മുന്നേ എനിക്ക് കടക്കായിരുന്നു എന്ന്. എന്ത് കാര്യമുണ്ട്? ആ ഒരു സെക്കൻഡ് സമയം അയാൾ സേവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എത്ര ആളുകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്? അവരുടെ ജീവനൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ എത്ര വേദനകളാണ് അവർ സഹിച്ചിട്ടുണ്ടാവുക. രണ്ടുപേരും, അവരുടെ ആ ആളുടെ കൂടെ അയാളുടെ വൈഫുണ്ട്. ആ വൈഫിൻ്റെ കരച്ചിൽ, ഈ പയ്യനാണെങ്കിൽ വണ്ടി കംപ്ലീറ്റ് ടോട്ടലി പോയി. കാരണം ഒരു എന്താണ് ബൈക്ക്, ചെറിയ സ്കൂട്ടർ പോലത്തെ ഒരു സംഭവമാണ്. ഒരു ചെറിയ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സേവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട പല കാര്യങ്ങളുമാണ് അവർക്ക് നഷ്ടപ്പെടുന്നതെന്നുള്ളതൊന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ടൂ വീലർ ഓടിച്ചു പോകുന്ന നല്ല സുഹൃത്തുക്കളും ഞാനും നിങ്ങളൊക്കെ ടൂ വീലറും കാര്യങ്ങളും ഓടിക്കുന്നവരാണ്. ഒരു ചെറിയ സാമാന്യ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. നല്ല റോഡിൽ സ്പീഡിൽ വരുന്ന ഒരു വണ്ടിയുടെ മുന്നിലേക്കും നിങ്ങൾ ഇൻഡിക്കേറ്റർ നിന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുന്നിലേക്ക് തിരിയാതിരിക്കുക. ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. ആ വണ്ടി പോയാൽ അതിൻ്റെ പിന്നിലൂടെ നിങ്ങൾക്ക് കയറാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ദയവ് ചെയ്ത ഒരു റിക്വസ്റ്റാണ്. കാരണം ആ ഒരു ആക്സിഡൻറ്റ് കണ്ടപ്പോൾ വളരെ കെയർലെസ് ആയിട്ടാണ് ആൾ പറയുന്നത്. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടല്ലേ തിരിഞ്ഞത്, എന്ത് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിഞ്ഞെന്നാണ് പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. പാവം ആ പയ്യൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. കാരണം അവൻ നോർമലി നല്ല റോഡ് ഒരു 40 കിലോമീറ്റർ 35 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാവും. അത് ആസ് യൂഷ്വൽ ഒരു ടൂ വീലർകാരൻ പോകുന്ന സ്പീഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു 50 60 ഒക്കെ. പക്ഷേ അതിന് മുന്നിലേക്ക് ഒരാൾ എടുത്തങ്ങ് തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഡ്രൈവ് ചെയ്യുന്ന ഏതൊരു സുഹൃത്തും, ഇനിയിപ്പോൾ ഡ്രൈവല്ല സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരാളാണെങ്കിലും സ്പീഡിൽ വരുന്ന ഒരു വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം.
കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യുക. സൈക്കിളാണെങ്കിലും നടന്ന്